നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് വാക്കടപ്പുറത്ത് ഇതര സംസ്ഥാന തൊഴിലാളി കുത്തേറ്റ് മരിച്ചു. ജാർഖണ്ഡ് സ്വദേശി അരവിന്ദ് കുമാറാണ് മരിച്ചത്. കൂടെ ജോലി ചെയ്യുന്നയാൾ കസ്റ്റഡിയിൽ. കുത്തേറ്റത് മദ്യക്കുപ്പി കൊണ്ടെന്ന് പോലീസ്. ചെറുപ്പളശ്ശേരി കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ നഗരസഭ തുടർ നടപടികൾക്ക്. ഹൈക്കോടതിയിൽ ഫാക്ടറിക്കെതിരായ റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് ജില്ലാ കളക്ടർക്ക് അപേക്ഷ സമർപ്പിക്കാൻ കൗൺസിൽ തീരുമാനം. വിഷയം ചർച്ചയായത് പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന്. മണ്ണാർക്കാട് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സുകളിലെ മുറികൾ വാടകയ്ക്ക് മറിച്ചു കൊടുക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കൗൺസിൽ തീരുമാനം. ഇതിനായി സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. മണ്ണാർക്കാട്ടെ തെരുവ് നായശല്യം പരിഹരിക്കാൻ ഇവയെ പിടികൂടി നിർദ്ദിഷ്ട ജയിൽ വളപ്പിൽ അടയ്ക്കണമെന്ന് ചെയർ. പെരിന്തൽമണ്ണ താലൂക്കിലെ ഗ്രാമപ്രദേശങ്ങളിൽ പുതിയ 60 ബസ് റൂട്ടുകൾ വേണമെന്ന ആവശ്യം. മോട്ടോർ വാഹന വകുപ്പ് സംഘടിപ്പിച്ച് ജനകീയ സദസ്സിലാണ് ആവശ്യമുയർന്നത്. പൊതുഗതാഗതം ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമെന്ന് നജീബ് കാന്തപുരം MLA. ഷൊർണൂർ മണ്ഡലത്തിലും പുതിയ ബസ് റൂട്ടുകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനകീയ സദസ്സ് നടന്നു. പട്ടാമ്പി മത്സ്യ മാർക്കറ്റിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. പഴകിയ മത്സ്യങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. പരിശോധന തുടരുമെന്ന് അധികൃതർ. വാണിയംകുളം പനയൂരിൽ തെരുവ് നായ ആക്രമണം. 2 കുട്ടികൾ ഉൾപ്പെടെ 9 പേർക്ക് കടിയേറ്റു. വിശദമായ വാർത്തകളിലേക്ക്. മണ്ണാർക്കാട് വാക്കടപ്പുറത്ത് ഇതര സംസ്ഥാന തൊഴിലാളി കുത്തേറ്റ് മരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടെ ജോലി ചെയ്യുന്നയാൾ കസ്റ്റഡിയിൽ. വാക്കടപ്പുറത്തെ പൈനാപ്പിൾ തോട്ടത്തിൽ ജോലിക്കെത്തിയ ജാർഖണ്ഡ് ജാന്തുവ സ്വദേശി അരവിന്ദ് കുമാറാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. മദ്യക്കുപ്പി കൊണ്ട് കഴുത്തിന് സാരമായി കുത്തേറ്റ അരവിന്ദ് കുമാറിനെ ശനിയാഴ്ച പുലർച്ചെ 12 മണിയോടെ കാരാകുർശിയിലെയും വട്ടമ്പലത്തെയും ആശുപത്രികളിലും പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചു. സംഭവത്തിൽ ജാർഖണ്ഡ് സ്വദേശിയും കൂടെ ജോലി ചെയ്യുന്ന ആളുമായ സുരേഷ് മണ്ണാർക്കാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. സുരേഷ് ശരിയായി ജോലി ചെയ്യുന്നില്ലെന്ന് അരവിന്ദ് തോട്ടമുടമയെ അറിയിക്കുകയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് പറയുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ വെള്ളിയാഴ്ച രാത്രി വാക്കുതർക്കം നടന്നിരുന്നു. ഇതിനിടെയാണ് മദ്യക്കുപ്പി കൊണ്ട് അരവിന്ദിന് കുത്തേറ്റത്. സംഭവത്തിനു ശേഷം മറ്റൊരു മുറിയിൽ ഉറങ്ങുകയായിരുന്ന മറ്റു തൊഴിലാളികളായ ഹർപിത്ത്, വികാസ്, പങ്കജ് എന്നിവരെ വിവരമറിയിക്കുകയും ഇവർ വിവരം തോട്ടമുടമ ജോമേഷിനെ അറിയിക്കുകയുമായിരുന്നു. ഇവർ ചേർന്നാണ് അരവിന്ദിനെ ആശുപത്രിയിൽ എത്തിച്ചത്. അരവിന്ദ് നാട്ടിലെ സുഹൃത്തുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ കുപ്പികൊണ്ട് സ്വയം കുത്തിയെന്നാണ് ആദ്യം പുറത്തു വന്ന വിവരം. സംഭവത്തിൽ സംശയം തോന്നിയ പോലീസ് കൂടെയുണ്ടായിരുന്നവരെ ചോദ്യം ചെയ്തതോടെയാണ് കുറ്റകൃത്യത്തിന്റെ ചുരുളഴിഞ്ഞത്. ഇതിനു പിന്നാലെ സുരേഷിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. സുരേഷിനെ കൂടാതെ മറ്റുള്ളവരുടെ പങ്കും പോലീസ് അന്വേഷിച്ചു വരികയാണ്. വാണിയംകുളം പനയൂരിൽ തെരുവ് നായ ആക്രമണം. 2 കുട്ടികൾ ഉൾപ്പെടെ 9 പേർക്ക് കടിയേറ്റു. ശനിയാഴ്ച രാവിലെ പനയൂർ വെള്ളാരംപാറ ഭാഗത്താണ് തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. 2 കുട്ടികൾ ഉൾപ്പെടെ 9 പേരെ തെരുവുനായ കടിച്ചു. പനയൂരിൽ ഉണ്ടായിരുന്ന മുളഞ്ഞൂർ സ്വദേശിക്കാണ് ആദ്യം കടിയേറ്റത്. തുടർന്ന് കുട്ടികൾക്കും സ്ത്രീകൾക്കും കടിയേറ്റു. കയ്യിലും കാലിലുമാണ് കടിയേറ്റത്. ഒരു നായ കാലിൽ ഇങ്ങനെ മണത്ത് നോക്കി. അപ്പം ഞാൻ ഓടിയില്ല. കടിക്കുന്നു എന്തായാലും കടിക്കുന്നു നോക്കായിരുന്നു. അപ്പം ഞാൻ ഓടിയില്ല. അപ്പം അവിടെ തന്നെ നിന്നു. അപ്പം നായ ഒന്നത് മണത്തിന് ഒരൊറ്റ കടി ചുരിദാറിൻ്റെ പാൻറ്റ് വലിച്ചെടുത്തു നായോട് കൊടുത്തു. അപ്പം ഞാൻ ഉറക്കം നിലവിളിച്ചു. അപ്പോൾ ആൾക്കാർ ആരെയും ഒരു മനുഷ്യനാണില്ല. അപ്പോൾ നിലവിളിയായിട്ട് അടുത്ത് വീട് പണി ഇറക്കുന്നുണ്ട്. അപ്പോൾ അവരതിൻ്റെ ഉള്ളിൽ വന്നിട്ട് എന്താ വെള്ളമൊക്കെ തന്ന് ഡ്രസ്സൊക്കെ കാലൊക്കെ കൂടി സോപ്പിട്ട് കഴുകി കെട്ടി തന്നു. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ കടയ്ക്ക് മുതലാളി വിളിച്ചു. വാണി കൊടുത്തുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളപ്പം തന്നെ പത്തി വന്നതാണ്. അതങ്ങനെ കാലി കഴിച്ചപ്പോൾ ഞാൻ തടയാൻ നോക്കിയത് കൈ വെച്ചു. അപ്പം അത് കയ്യിൽ കടിച്ചു. പിന്നെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി ബാഗൊക്കെ തള്ളിയപ്പോൾ പിന്നെ 2 ചേട്ടന്മാർ വന്നു. അവർ വന്നിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. പരിക്കേറ്റവരെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടിച്ച നായയ്ക്ക് പേവിഷബാധയുള്ളതായി സംശയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൂനത്തറയിലും 3 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. ഇതേ നായ തന്നെയാണ് പനയൂരിലും ആളുകളെ ആക്രമിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. പഞ്ചായത്ത് പരിധിയിൽ തെരുവുനായ ശല്യം രൂക്ഷമായതായി വാർഡ് മെമ്പർ രഞ്ജിത്ത് പറഞ്ഞു. നിലവിൽ അതിൽ കൃഷ്ണ പബ്ലിക് സ്കൂളിൽ പോകുന്നൊരു കുട്ടിയാണ്. ആ കുട്ടിയെ കടിച്ചത്. അതുപോലെ അസീന, മിഥുൻ, സൗമ്യ, പ്രേമലത തുടങ്ങിയവരാണ് നായ കടിച്ചിട്ടുള്ളത്. വിവിധ സ്ഥലങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ വെച്ചിട്ടാണ് ഇതൊക്കെ എല്ലാം കഴിയുന്നത്. ഇതെല്ലാം ഇത് ജോലിക്ക് പോകുന്ന സമയത്താണ് ഇതൊക്കെ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ നമ്മുടെ പഞ്ചായത്ത് തന്നെ തെരുവുനായ ശല്യം വളരെ രൂക്ഷമായിട്ടുണ്ട്. എന്തായാലും ഈ കാര്യം നമ്മൾ പഞ്ചായത്തിൽ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യ ഡോക്ടർ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് അവർ നമ്മുടെ ഒറ്റപ്പാലത്തു നിന്നും ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി. പക്ഷേ നായ നമുക്ക് മിസ്സിംഗ് ആണ്. ചെറിയ ചുവപ്പ് കളറുള്ള മുഖത്ത് കറുപ്പുള്ള ഒരു നായാണ്, ചെറിയൊരു നായ്ക്കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾ എന്തായാലും വളരെ ഗൗരവമായി തന്നെ വിഷയം കണ്ടുകൊണ്ട് കരുതിയിരിക്കണമെന്നാണ് അറിയിക്കുന്നത്.
ചെറുപ്പളശ്ശേരിയിലെ കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ തുടർ നടപടികൾക്കൊരുങ്ങി നഗരസഭ. ഹൈക്കോടതിയിൽ ഫാക്ടറിക്കെതിരായി റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിനായി ജില്ലാ കളക്ടർക്ക് അപേക്ഷ സമർപ്പിക്കും. നഗരസഭയുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ കൗൺസിലിൽ തീരുമാനമായി. ചെറുപ്പളശ്ശേരി ചെമ്പരത്തിമാട് മലയിൽ പ്രവർത്തിക്കുന്ന കോഴി മാലിന്യ പ്ലാന്റിനെതിരെ പ്രതിഷേധം ശക്തമായിരിക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നഗരസഭ ശനിയാഴ്ച അടിയന്തര കൗൺസിൽ യോഗം ചേർന്നത്. പ്ലാന്റിൽ നിന്നുമുള്ള ദുർഗന്ധം മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ നേരിടുന്നതായാണ് സമീപവാസികളുടെ പരാതി. ഈ വിഷയത്തിൽ CPM അനിശ്ചിതകാല സമരത്തിലുമാണ്. 2021 സ്ഥാപിതമായ ഫാക്ടറിക്ക് 2 തവണ നഗരസഭയും 1 തവണ ജില്ലാ കളക്ടർ നേതൃത്വം നൽകുന്ന മലിനീകരണ നിയന്ത്രണ സമിതിയും സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ വിധി സമ്പാദിച്ച് ഫാക്ടറി പ്രവർത്തനം തുടരുകയാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വ്യവസ്ഥകളൊന്നും പാലിക്കാതെയാണ് ഫാക്ടറി പ്രവർത്തനം തുടരുന്നതെന്നാണ് സമീപവാസികളുടെ പരാതി. നഗരസഭയുടെ അധികാര പരിധികൾ മറികടന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ ഫാക്ടറിക്കെതിരെ നിയമപരമായി മുന്നോട്ടു പോകാൻ ശനിയാഴ്ച ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിൽ കൗൺസിലർമാർ ഐക്യകണ്ഠേന തീരുമാനമെടുത്തു. നിലവിൽ ഹൈക്കോടതിയുടെ പരിധിയിലുള്ള ഈ പ്രശ്നത്തിൽ ഫാക്ടറിക്കെതിരെ റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിനായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടണമെന്നും ജനങ്ങളെ ബാധിക്കുന്ന വിഷയം പരിഹരിക്കുന്നതിനായി നഗരസഭയെ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് അപേക്ഷ സമർപ്പിക്കാനും കൗൺസിൽ തീരുമാനമെടുത്തു. ചെയർമാൻ P. രാമചന്ദ്രൻ അധ്യക്ഷനായി. കോടതിയിൽ ഈ സ്ഥാപനം കൊണ്ട് പ്രവർത്തിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുള്ള റിപ്പോർട്ടായി തരണം എന്ന ഒരു കത്തുണ്ടാക്കുകയും അതിനോടൊപ്പം കൗൺസിൽ തീരുമാനത്തിന്റെ കോപ്പിയും വെച്ച് ഇപ്പം തന്നെ കളക്ടറെ കാണാൻ എന്താണെന്ന് വെച്ച് 2 മണിക്ക് കളക്ടർക്ക് അപ്പോയിൻമെന്റ് തരുന്നത്. അത് ഒട്ടും പിന്നാക്കം പോലല്ല. അല്ലാതെ കോടതി വക്കീലിനായിട്ട് ബന്ധപ്പെട്ടുണ്ട് എല്ലാം. അല്ലാതെ ഒരു അനാസ്ഥയും ആ സ്ഥാപനത്തിൽ ലൈസൻസ് കൊടുത്തതിന് ശേഷം ആ സ്ഥാപനം നാട്ടിൽ ശല്യമുണ്ടാക്കേണ്ടത് ബോധ്യപ്പെട്ടപ്പോൾ അതിൽ ഇടപെടുന്നതിൽ യാതൊരു അനാസ്ഥയും നമുക്കുണ്ടായില്ല. നമ്മൾ ആ സ്റ്റേബിളും ഉണ്ടാക്കിയത് നമ്മൾ ഏത് കേസാണെന്നാലും നഗരസഭയ്ക്ക് നടപടിക്രമമുണ്ട്. അത് തയ്യാറാക്കി നമ്മളവരുടെ ഷാപ്പിൻ്റെ ചാനൽ കൊടുക്കുന്നതിന് പരിശോധന നടത്തും. അതേപോലത്തെ ഹൈക്കോടതി സ്റ്റേ വന്നാൽ ഒരു തെളിവ് കൊടുത്താൽ കോടതി മേലെയാണ് ജുഡീഷ്യറി. നഗരസഭയുടെ കെടുകാര്യസ്ഥത മൂലം നഷ്ടപ്പെട്ടു എന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്ന കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ചെറുപ്പളശ്ശേരി നഗരസഭയ്ക്കും ലഭ്യമായെന്ന് ചെയർമാൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന മൂലമാണ് ഗ്രാന്റ് ലഭിക്കാൻ വൈകിയതെന്നും ചെയർമാൻ പറഞ്ഞു. ഫണ്ട് ലഭിക്കാത്തത് ചെറുപ്പളശ്ശേരി നഗരസഭാ ഭരണസമിതിയുടെ കൊള്ളരുതായ്മയാണെന്നും അത്തരത്തിലുള്ള പ്രചരണം വലിയ നിലയ്ക്ക് ഇവിടെ അഴിച്ചുവിട്ടുണ്ടായി. എന്നാൽ ഞങ്ങൾക്ക് അവരോട് സൂചിപ്പിക്കാനുള്ളത്, കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് കാണിക്കുന്ന അനീതിയാണ് ഈ വിഷയമെന്നും അല്ലാതെ നഗരസഭയുടെ കഴിവുകേടല്ല എന്നും ഞങ്ങൾ പറയേണ്ടായിരുന്നു. എന്നാൽ ഇപ്പം എന്തായാലും കഴിഞ്ഞ 2 ഗഡു ധനകാര്യ കമ്മീഷൻ കണ്ട് ഇവർ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ 2 ഗഡു ധനകാര്യ കമ്മീഷൻ കണ്ട് അനുവദിച്ച് ഉത്തരവായിട്ടുണ്ട്. അത് നഗരസഭയ്ക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന സന്തോഷ വിവരം അറിയിക്കുകയാണ്. 2 കോടിയിലധികം രൂപ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. മണ്ണാർക്കാട് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സുകളിലെ മുറികൾ വാടകയ്ക്ക് മറിച്ചു കൊടുക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു. മുറികളിൽ കച്ചവടം ചെയ്യുന്നവരല്ല വാടകക്കാരെന്ന് കൗൺസിലർമാർ പറഞ്ഞു. ഷോപ്പിംഗ് കോംപ്ലക്സുകളിലെ മുറികളുടെ കുത്തകാവകാശം പുതുക്കുന്നത് സംബന്ധിച്ച ചർച്ചയിലാണ് ഇക്കാര്യം തീരുമാനിച്ചത്. നടപടിക്ക് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. നഗരസഭയിൽ വലിച്ചെറിയൽ മുക്ത നഗരം എന്ന ലക്ഷ്യം ജനങ്ങളിലേക്ക് എത്തിക്കാനായി ചെലവായ 1,02,642 രൂപ അനുവദിക്കണമെന്ന അജണ്ട വിശദമായി പരിശോധിച്ച ശേഷം മതിയെന്ന കൗൺസിലർമാരുടെ ആവശ്യത്തെ തുടർന്ന് മാറ്റിവെച്ചു. ഇതിനായി സമർപ്പിച്ച ബില്ലുകളിൽ സംശയമുണ്ടെന്നും ഒരു സ്ഥാപനത്തിന് 55,000 രൂപ നൽകിയത് എന്തിനാണെന്ന് വിശദീകരിക്കണമെന്നും കോൺഗ്രസിലെ അരുൺകുമാർ പാലകുറിശി ആവശ്യപ്പെട്ടു. തുടർന്നാണ് ബില്ലുകൾ പരിശോധിച്ച ശേഷം തുക അനുവദിച്ചാൽ മതിയെന്ന് തീരുമാനിച്ചത്. മിനി മാസ്റ്റ് ലൈറ്റുകൾ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് ഒരു ഏജൻസി 40 ലക്ഷം രൂപയോളമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതും വിശദമായി പരിശോധിച്ച ശേഷം നൽകിയാൽ മതിയെന്ന് CPMലെ TR സെബാസ്റ്റ്യനും K മൻസൂറും ആവശ്യപ്പെട്ടു. നഗരസഭാ പരിധിയിലെ കാട്ടുപന്നികളെ കൊല്ലാൻ നടപടി വേണമെന്ന് മുസ്ലിം ലീഗിലെ C ഷെഫീഖ് റഹ്മാൻ പറഞ്ഞു. പന്നികളെ പിടിക്കാൻ അനുമതി മാത്രം പോരെന്നും സർക്കാർ പണം അനുവദിക്കണമെന്നും നഗരസഭാ അധ്യക്ഷൻ C മുഹമ്മദ് ബഷീർ സഭയെ അറിയിച്ചു. നഗരസഭാ പരിധിയിലെ തെരുവ് നായ്ക്കളുടെ ശല്യം നിയന്ത്രിക്കാൻ
തെരുവ് നായ്ക്കളെ മണ്ണാർക്കാട്ടെ നിർദ്ദിഷ്ട ജയിൽ വളപ്പിൽ അടയ്ക്കണമെന്ന് നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ യോഗത്തിന് ശേഷം നിർദ്ദേശിച്ചു. നിർദ്ദിഷ്ട ജയിലിൽ ചുറ്റുമതിൽ നിർമ്മാണം പൂർത്തിയായ സാഹചര്യത്തിൽ കെട്ടിട നിർമ്മാണം തുടങ്ങുന്നതുവരെ തെരുവ് നായ്ക്കളെ ഇവിടെ പാർപ്പിച്ചാൽ ശല്യം ഒഴിവാക്കാനാകും. ഭക്ഷണവും വെള്ളവും നഗരസഭ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇടതുപക്ഷത്തെ കൗൺസിലർമാരും സെക്രട്ടറിയും നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞു. പെരിന്തൽമണ്ണ താലൂക്കിലെ ഗ്രാമപ്രദേശങ്ങളിൽ പുതിയ 60 ബസ് റൂട്ടുകൾ അനുവദിക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് സംഘടിപ്പിച്ച ജനകീയ സദസ്സിൽ ആവശ്യം. നജീബ് കാന്തപുരം MLA ജനസദസ്സ് ഉദ്ഘാടനം ചെയ്തു. മഞ്ഞളാംകുഴി അലി MLA മുഖ്യപ്രഭാഷണവും നടത്തി. പെരിന്തൽമണ്ണ താലൂക്കിലെ ഗ്രാമപ്രദേശങ്ങളിലെ പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടുത്താൻ പുതിയ 60 ബസ് റൂട്ടുകൾ അനുവദിക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് സംഘടിപ്പിച്ച ജനസദസ്സിൽ ആവശ്യമുയർന്നു. നഗരസഭാ കോൺഫറൻസ് ഹാളിലാണ് യോഗം നടന്നത്. നജീബ് കാന്തപുരം MLA ജനസദസ്സ് ഉദ്ഘാടനം ചെയ്തു. പൊതുഗതാഗതം ശക്തിപ്പെടുത്തുന്നതുവഴി സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാനാവുമെന്നും അതുവഴി നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും നജീബ് കാന്തപുരം MLA അഭിപ്രായപ്പെട്ടു. പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്താനും ഇക്കാര്യത്തിൽ പൊതുനയം രൂപീകരിക്കാനും സർക്കാർ നേരിട്ട് സംഘടിപ്പിക്കുന്ന ജനസദസ്സ് സഹായമാകുമെന്നും MLA പറഞ്ഞു. പലതരത്തിലുള്ള സാധ്യതകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള ഒരു ബസ് സർവീസ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് കൂടുതലായും KSRTC-യേക്കാളും പ്രൈവറ്റ് ബസ്സുകൾക്ക് അവസരം കൊടുക്കാനാണ് സർക്കാരും ആഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. RTO ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെ പരമാവധി നമുക്ക് ഇങ്ങനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ നാട്ടില് എത്രയോ സാധാരണക്കാരായ ആളുകൾ ഇപ്പൊ പെരിന്തൽമണ്ണയിലേക്ക് കണക്ട് ചെയ്യാവുന്നതിനെ കുറിച്ച് മുസ്തഫ നേരത്തെ പറയണ്ടായി. നമ്മളിനി പെരിന്തൽമണ്ണയിലേക്ക് കണക്ട് ചെയ്താലും ഇല്ലെങ്കിലും വാഹനങ്ങൾ അനിവാര്യമാണ്, വാഹന സർവീസ് അനിവാര്യമാണ്, ബസ് സർവീസ് അനിവാര്യമാണ്. അപ്പൊ അതിനുള്ള ഒരു മുന്നൊരുക്കം എന്ന നിലയിലും ജനങ്ങളിൽ നിന്ന് അതിന്റെ അഭിപ്രായം രൂപീകരിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിനെ കുറിച്ചും ആലോചിക്കാനുള്ള ഒരു മീറ്റിംഗാണ്. ആവശ്യമുള്ള റൂട്ടുകൾ കണ്ടെത്തുകയും ആ റൂട്ടുകളിൽ പുതിയ സർവീസ് പ്രായോഗികമായി നടപ്പിലാക്കുകയും ചെയ്യണമെന്ന് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ മഞ്ഞളാംകുഴി അലി MLA പറഞ്ഞു. പുതിയ റൂട്ടുകൾ തുടങ്ങുകയും പിന്നീട് അത് നിർത്തുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാത്ത വിധം കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്നും മഞ്ഞളാംകുഴി അലി MLA ആവശ്യപ്പെട്ടു. ഇതൊക്കെ നമ്മൾ ആവശ്യങ്ങളാണെന്ന് നിർബന്ധമായിട്ടും വേണമെന്നുള്ള ആഗ്രഹം നമുക്ക് ഉള്ളതാണ്. പക്ഷെ അതിലെനിക്ക് പറയാനുള്ളത് ഇന്നൊന്നാണ് തുടങ്ങി നാളെ നിർത്താൻ പാടില്ല. അത് ശരിക്കും നമ്മൾ പഠിച്ച് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് വേണ്ടത്. അല്ലാതെ ഇതൊരു പ്രവർത്തനമായിട്ട് മാറും. നമ്മൾ കുറെ ആൾക്കാർ കൂടി എന്നിട്ട് നമ്മളത് സംസാരിച്ച് നമ്മളൊരു റൂട്ട് തുടങ്ങിയാൽ ഒരു 5 എണ്ണം തുടങ്ങി, ഒരു 10 എണ്ണം തുടങ്ങി, ഒരു മാസം കഴിഞ്ഞാൽ ഒരു 15 ദിവസം കഴിഞ്ഞാൽ ഇത് മുതലാവില്ല എന്നിട്ട് നിർത്തുന്ന ഒരു രീതിയിലേക്ക് പോകണം. നമ്മളെ RTOമാരും അവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ജനപ്രതിനിധികളും എല്ലാവരും ഒരുമിച്ചിരുന്ന് തീരുമാനിച്ചിട്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ ഇന്നാണ് തുടങ്ങി നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നാളെ അത് പിന്നെ വീണ്ടും ഇല്ലാതാകുമ്പോൾ വീണ്ടും ജനപ്രതിനിധികൾക്കായിരിക്കും ഇതിന്റെ ബുദ്ധിമുട്ടുകൾ വരും. അന്ന് തുടങ്ങി ഇങ്ങോട്ട് നിങ്ങൾ ചെയ്തിട്ട് എന്തോ പറഞ്ഞ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് അതിന് മറുപടി പറയാതിരിക്കുന്ന വൃത്തിയില്ല. ഗ്രാമീണ മേഖലകളിൽ ജനങ്ങൾ നേരിടുന്ന യാത്രാ ദുരിതം ജനപ്രതിനിധികളും പൊതുജനങ്ങളും ജനസദസ്സിൽ ഉന്നയിച്ചു. നിർത്തലാക്കിയ റൂട്ടുകൾ പുനഃസ്ഥാപിക്കാനും ആവശ്യമുയർന്നു. ഓൺലൈൻ വഴിയും പുതിയ റൂട്ടുകൾ സമർപ്പിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരം നൽകിയിരുന്നു. ആവശ്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം സെപ്റ്റംബർ 1 തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് RTO PA നസീർ അറിയിച്ചു. പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ P ഷാജി അധ്യക്ഷത വഹിച്ചു. ജനങ്ങൾക്കിടയിൽ നിന്ന് വന്നതിന്റെ ഭാഗമായിട്ട് ഇത്തരം ഒരു സംവിധാനം തീരുമാനിച്ചു. അത് നമ്മൾ എത്രത്തോളം നമ്മുടെ നാട്ടിൽ പ്രായോഗികമാണ് എന്ന ഒരു കാര്യം പരിശോധിക്കുകയാണ് പ്രാഥമികമായിട്ടുള്ളത്. അത്ഭുതകരമായിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള പ്രതികരണമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനുണ്ടായിട്ടുള്ളത്. ഇത് അനൗൺസ് ചെയ്ത സമയം മുതൽ ആളുകളുടെ കോളുകൾ വന്നുകൊണ്ടേയിരിക്കും. എന്താണ് കാര്യം? ഞങ്ങളവിടെ ബസ് വേണം, ഞങ്ങളവിടെയുള്ള നിലവിലുള്ള ബസ് റൂട്ടിലെ സമയം മാറ്റണമല്ലോ, ഇപ്പൊ പോകുന്നതിനേക്കാൾ ഗുണപരമാകും മറ്റു സ്ഥലങ്ങളിലൂടെ പോയാൽ, അങ്ങനെ സമ്മിശ്രമായ വലിയ പ്രതികരണം എനിക്ക് വ്യക്തിപരമായിട്ട് പല ആളുകളിൽ നിന്നുണ്ടായിട്ടുണ്ട്. ജോയിന്റ് RTO M രമേശ് വിഷയാവതരണം നടത്തി. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ, മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് T അബ്ദുൽ കരീം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ C സുകുമാരൻ, P സൗമ്യ, CM മുസ്തഫ, രശ്മി ശശികുമാർ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെഫീഖ് എന്നിവർ സംസാരിച്ചു. മുനിസിപ്പൽ കൗൺസിലർമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനാ ഭാരവാഹികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ,
തൊഴിലാളി സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവരെ പങ്കെടുപ്പിച്ചാണ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. ഷൊർണൂർ മണ്ഡലത്തിലെ യാത്രാക്ലേശം അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ ബസ് സർവീസുകൾ ആരംഭിക്കുന്നതിന് റൂട്ട് പ്രപ്പോസൽ സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. പി മമ്മിക്കുട്ടി MLA അധ്യക്ഷനായിരുന്നു. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് ഷൊർണൂർ മണ്ഡലത്തിലെ യാത്രാക്ലേശം അനുഭവിക്കുന്ന പ്രദേശങ്ങളിലേക്ക് ബസ് സർവീസ് ആരംഭിക്കുന്നതിന് റൂട്ട് പ്രപ്പോസൽ സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. ജനപ്രതിനിധികൾ, പൊതുജനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷൻ, ബസ് ഓണേഴ്സ് അസോസിയേഷൻ, വിദ്യാർത്ഥികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. വാണിയംകുളം പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ പി മമ്മിക്കുട്ടി MLA അധ്യക്ഷനായി. പോയി തിരിച്ചു മണ്ഡലത്തിലൂടെ വരുന്ന ബസ്സിന്റെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നിലവിൽ അതിന്റെ എണ്ണമൊക്കെ തന്നെ വളരെ പരിമിതമാണ്. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ, അനങ്ങനടി പഞ്ചായത്ത് പ്രസിഡന്റ് P ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം C അബ്ദുൽ ഖാദർ, നെല്ലായ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PK മുഹമ്മദ് ഷാഫി, ഷൊർണൂർ SHO V രവികുമാർ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ PA അജിത് കുമാർ, PK വത്സൻ, ട്രാഫിക് SI PV സുഭാഷ് തുടങ്ങിയവരും പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. പട്ടാമ്പി മത്സ്യ മാർക്കറ്റിൽ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന. പഴകിയ മത്സ്യങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. പട്ടാമ്പി മത്സ്യ മാർക്കറ്റിൽ ഉപയോഗശൂന്യമായ മത്സ്യങ്ങൾ വിൽക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ആരോഗ്യ വിഭാഗം ഭക്ഷ്യസുരക്ഷാ വിഭാഗവുമായി സഹകരിച്ച് പരിശോധന നടത്തിയത്. പരിശോധനയിൽ ഉപയോഗശൂന്യമായ 2 പെട്ടി മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. വ്യാപാരികളിൽ നിന്ന് പിഴയും ചുമത്തിയിട്ടുണ്ട്. വ്യാപകമായ പരാതി ഉയർന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു പരിശോധന. വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. നഗരസഭ മാർക്കറ്റിൽ പഴകിയ മത്സ്യം വിൽക്കുന്നതായി പരാതി ലഭിക്കുന്ന അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ഫുഡ് സേഫ്റ്റി ഓഫീസറോടൊപ്പം സ്ഥലത്ത് പോയി പരിശോധന നടത്തുകയും പഴകിയതും മനുഷ്യ ഉപയോഗത്തിനും പറ്റാത്തതുമായ ചീഞ്ഞളിഞ്ഞ മത്സ്യം കണ്ടെത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി അവർ പിടിച്ചെടുത്ത് നശിപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് കർശന പിഴ ചുമത്തുകയും തുടർ നടപടി സ്വീകരിക്കുന്നതാണ്. ഇനിയും ഇതേപോലുള്ള പരിശോധനകൾ തുടരുകയും കർശന നടപടികൾ സ്വീകരിക്കുന്നതാണ്. പിടിച്ചെടുത്ത 2 കച്ചവടക്കാരിൽ നിന്നാണ്. പട്ടാമ്പി ടൗണിലെ ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സ് രംഗത്ത് ഈ ആവശ്യം ഉന്നയിച്ച് നിവേദനം യൂത്ത് വിംഗ് ഭാരവാഹികൾ നഗരസഭ വൈസ് ചെയർമാൻ TP ഷാജിക്ക് കൈമാറി. പട്ടാമ്പി ടൗണിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ട്രാഫിക് പരിഷ്കാരം വ്യാപാരികളെ വലിയ തോതിൽ ദുരിതത്തിലാക്കുന്നുണ്ട്. ഇതിന് പരിഹാരം കാണണം. വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ഉപഭോക്താക്കൾ സാധനം വാങ്ങാൻ വാഹനം നിർത്തുമ്പോൾ പിഴ ഈടാക്കുന്ന സമീപനമാണ് ഉള്ളത്. ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗ് പരാതിയുമായി രംഗത്തെത്തിയത്. നഗരസഭ വൈസ് ചെയർമാന് ഇവർ നിവേദനവും നൽകി. അദ്ദേഹം വളരെ ഗൗരവമായി തന്നെ അത് നഗരസഭയുടെ ഭാഗത്തു നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതൊക്കെ പട്ടാമ്പി കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമ്മൾ ക്ലീൻ പട്ടാമ്പി എന്ന ആശയത്തോട് നമ്മൾക്ക് യാതൊരുവിധ യോജിപ്പുമില്ല. പോലീസുകാരുടെ ചാർജുമായി ബന്ധപ്പെട്ട് നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ല. കാരണം നമ്മുടെ നിയമങ്ങൾ നടപ്പാക്കണം. അനധികൃതമായ പാർക്കിങ്ങിനോടൊന്നും നമുക്ക് അനുകൂലിക്കുന്ന നിലപാടൊന്നും പട്ടാമ്പി കച്ചവടക്കാർക്കില്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ചില വിട്ടുവീഴ്ചകൾ ചില പാർക്കിംഗ് ഏരിയ അല്ലെങ്കിൽ പാർക്കിംഗ് ഫെസിലിറ്റി ഉള്ള സ്ഥലങ്ങളിൽ കുറച്ച് കൂടുതൽ അനുവദിക്കണം. അതുപോലെ തന്നെ കടയിലേക്ക് കയറി വരാൻ വണ്ടി നിർത്തിയിട്ട് അല്ലെങ്കിൽ ഒരു ബൈക്കോ എന്തെങ്കിലും നിർത്തിയിട്ട് കയറി വരാനുള്ള സാഹചര്യം ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾ എതിരൊന്നുമല്ല. അത് വ്യക്തമായിട്ട് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കുമെന്ന് നഗരസഭ വൈസ് ചെയർമാൻ TP ഷാജി പറഞ്ഞു. പട്ടാമ്പി നഗരത്തിലെ ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പിയിലെ ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗ് ഇന്നൊരു പരാതി നഗരസഭയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ അനധികൃത
പാർക്കിംഗ് പോലീസ് കർശനമാക്കുന്നതോടുകൂടി പട്ടാമ്പി നഗരത്തിൽ കച്ചവടക്കാർ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ചാണ് അവർ നഗരസഭയോട് പരാതി പറഞ്ഞത്. ചേംബർ ഓഫ് കോമേഴ്സിന്റെ ഉൾപ്പെടെയുള്ള എല്ലാ വ്യാപാര സംഘടനകളുടെയും ഇത്തരം ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് അടുത്ത ആഴ്ച തന്നെ ട്രാഫിക് പരിഷ്കരണ കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൽ പോലീസ് ഉദ്യോഗസ്ഥരും പട്ടാമ്പിയിലെ കച്ചവടക്കാരും ഓട്ടോ ടെമ്പോ ടാക്സി തൊഴിലാളികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ ഇരുത്തി വളരെ വിശദമായി ചർച്ച ചെയ്ത് കച്ചവടക്കാരും മറ്റുള്ള പൊതുജനങ്ങളും നിർദ്ദേശിക്കുന്ന മാറ്റങ്ങൾ നടപ്പിൽ വരുത്താൻ നഗരസഭ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. മുതിർന്ന CPM നേതാവ് PP വാസുദേവൻ എഴുതിയ പ്രഥമ കഥാസമാഹാരം പ്രകാശനം ചെയ്തു. CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പ്രകാശനം നിർവഹിച്ചു. സാമൂഹ്യ വിരുദ്ധ പ്രവണതകൾ PP തൻ്റെ പുസ്തകത്തിലെ കഥകളിലൂടെ നമ്മെ തൊട്ടുകാണിക്കുന്നുവെന്ന് MA ബേബി പറഞ്ഞു. PP ജാനകിക്കുട്ടി പുരസ്കാരവും ചടങ്ങിൽ സമർപ്പിച്ചു. ഇഡലിപ്പാത്രവും കുപ്പിവളകളും എന്ന പേരിലാണ് മുതിർന്ന CPM നേതാവ് PP വാസുദേവൻ ചെറുകഥാ പുസ്തകം എഴുതിയത്. CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പുസ്തകം പ്രകാശനം ചെയ്തു. PP വാസുദേവൻ ദീർഘകാലം ചെയർമാനായ പെരിന്തൽമണ്ണ സഹകരണ അർബൻ ബാങ്കിന്റെ ഓഡിറ്റോറിയത്തിലാണ് പ്രകാശന ചടങ്ങ് നടന്നത്. മുതിർന്ന CPM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി പുസ്തകം ഏറ്റുവാങ്ങി. തികച്ചും ഭാവനയുടെ ലോകത്ത് കവികൾക്കും എഴുത്തുകാരികൾക്കും കഥാകൃത്തുക്കൾക്കും ഒക്കെ സഞ്ചരിക്കാൻ കഴിയുമെങ്കിൽ പോലും അനുഭവങ്ങളുടെ തറയിൽ കാലുറപ്പിച്ചു നിന്നിട്ടാണ് ഭാവനയുടെ ആകാശങ്ങളിലേക്ക് സഞ്ചരിക്കാൻ സാധാരണ സാധിക്കുക. ഈ കഥയിൽ ഇഡലിപ്പാത്രവും കുപ്പിവളകളും എന്നുള്ള കഥയിൽ അതിന്റെ ശീർഷകത്തിന് കഥയ്ക്കുള്ളിൽ ഒരു പ്രസക്തിയുണ്ട്. ഞാൻ ആലോചിച്ചപ്പോൾ അതിന് പുറത്ത് മനുഷ്യന്റെ ജീവിത സമീപനത്തിലേക്ക് വികസിപ്പിക്കാവുന്നതാണ് ഈ ശീർഷകം. മനുഷ്യന്റെ നിലനിൽപ്പിന് അതിജീവനത്തിന് ഭക്ഷണം വേണം. ആ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു പാത്രം കഥയിൽ ഒരു കഥാപാത്രമായിട്ട് വരിക. ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രം ഒരു കഥാപാത്രമാകും. കുപ്പിവളകളോ നമ്മുടെ ജീവിതത്തിന്റെ ചില സൗന്ദര്യാത്മകതകളും. നമ്മൾ കൈകൾ നോക്കും. നമ്മുടെ സഹോദരിയുടെയോ നമ്മുടെ ഭാര്യയുടെയോ സ്നേഹിതയുടെയോ ഒക്കെ കൈ നോക്കുമ്പോൾ ആ കൈ തന്നെ നമുക്ക് ഇഷ്ടമാണ്. നമ്മുടെ മോളുടെ കൈയാണ്, നമ്മുടെ അമ്മയുടെ കൈയാണ്, സഹോദരിയുടെ കൈയാണ്, കാമുകിയുടെ കൈയാണ്. അതായത് അത് കുപ്പിവളകൾ ആ കയ്യിലുണ്ടെങ്കിലും ആ വളകളുടെ നിറം, അതിന്റെ ആകർഷണീയത, അത് നമ്മൾ കൊടുത്ത വളയാണെങ്കിലോ ഒരാൾ കൈ ധരിച്ചിട്ടുള്ളത്. അപ്പൊ വിശപ്പടക്കുക പോലെയുള്ള ഇഡലിപ്പാത്രത്തിന് പരിഹരിക്കാൻ കഴിയുന്ന മനുഷ്യന്റെ ആവശ്യം വിശപ്പടക്കണം. വിശപ്പുണ്ട്, അതിനപ്പുറം മനുഷ്യന്റെ സൗന്ദര്യാത്മകതയുണ്ട്. ഇത് രണ്ടും ഒരു കലാസൃഷ്ടിക്കും ബാധ്യമാണ്. സമൂഹത്തിലെ സാമൂഹിക വിരുദ്ധ പ്രവണതകൾ PP തന്റെ കഥകളിലൂടെ തൊട്ടുകാണിക്കുന്നുവെന്ന് MA ബേബി അഭിപ്രായപ്പെട്ടു. കോവിഡ് പോലുള്ള പകർച്ചവ്യാധികളുടെ വൈറസുകൾ മനുഷ്യരെ ബാധിക്കുന്നത് പോലെ വർഗീയതയുടെ വൈറസുകളും മനുഷ്യ മനസ്സുകളെ ബാധിക്കുന്നുവെന്നും ഇതിന് സമ്പൂർണ്ണ ശുചിത്വം അനിവാര്യമാണെന്നും MA ബേബി പറഞ്ഞു. ജാതീയമായും മതപരമായുള്ള വേർതിരിവുകൾ സമൂഹത്തിൽ വരുന്നത് പുതിയ കാലത്തിന്റെ അപകടമാണ്. സമ്പൂർണ്ണ ശുചിത്വ പദ്ധതി പോലെ ജാതീയതയുടെ വൈറസുകളെ മനസ്സുകളിൽ നിന്ന് മാറ്റിയെടുക്കേണ്ട കാലമാണിതെന്നും MA ബേബി കൂട്ടിച്ചേർത്തു. PP വാസുദേവന്റെ സഹോദരിയും കവയിത്രിയുമായ PP ജാനകിക്കുട്ടിയുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ കവിതാ പുരസ്കാരവും MA ബേബി സമർപ്പിച്ചു. ചെങ്ങന്നൂർ തിരുവൻവണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി അക്ഷയ രാജീവാണ് ഈ വർഷത്തെ കവിതാ പുരസ്കാരം നേടിയത്. 10,000 രൂപയും പ്രശസ്തി ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. സോണിയ ഇബ ജാനകിക്കുട്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി. മുൻ MLA വി ശശികുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ, KP രമണൻ, ദേശാഭിമാനി വാരിക പത്രാധിപർ ഡോക്ടർ KP മോഹനൻ, EN മോഹൻദാസ്, C വാസുദേവൻ, C സേതുമാധവൻ, C ദിവാകരൻ, റഫ്സ മുഹമ്മദ്, രാധാകൃഷ്ണൻ ചെറുവല്ലി, E രാജേഷ്, വി രമേശൻ, വേണു പാലൂർ,
മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ജാനേക്കുട്ടി സ്മാരക ട്രസ്റ്റും പുരോഗമന കലാസാഹിത്യ സംഘവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചന്ദ്രമ്മ മാധവൻ നായർ ട്രസ്റ്റ് നിർധനരായ തെരഞ്ഞെടുക്കപ്പെട്ട 50 കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകും. പദ്ധതിയുടെ ആദ്യഘട്ടമായി 10 പേരുടെ വീടിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഞായറാഴ്ച ഒറ്റപ്പാലം KM ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2014 സ്ഥാപിതമായ ചന്ദ്രമ്മ മാധവൻ നായർ ട്രസ്റ്റാണ് 5 വർഷത്തിനുള്ളിൽ 50 നിർധന കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. 6 മുതൽ 7 ലക്ഷം രൂപ വരെ നിർമ്മാണ ചെലവ് വരുന്ന 500 സ്ക്വയർ ഫീറ്റോളം വരുന്ന വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടമായി 10 വീടുകളുടെ നിർമ്മാണോദ്ഘാടനം ഞായറാഴ്ച നടക്കും. ഒറ്റപ്പാലം KM ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ 10:30 നടക്കുന്ന ചടങ്ങിൽ മന്ത്രി MB രാജേഷ് മുഖ്യാതിഥിയാവും. മന്ത്രി AK ശശീന്ദ്രൻ പ്രത്യേക അതിഥിയാവും. MPമാരായ VK ശ്രീകണ്ഠൻ, PP സുനീർ, ഇന്ത്യൻ റെയിൽവേ പാസഞ്ചേഴ്സ് അമ്യൂണിറ്റീസ് കമ്മിറ്റി ചെയർമാൻ PK കൃഷ്ണദാസ്, ഡയറക്ടർ ലാൽ ജോസ്, എഴുത്തുകാരനായ അഡ്വക്കേറ്റ് PT നരേന്ദ്രമേനോൻ എന്നിവർ വിശിഷ്ട അതിഥികളാവും. ചടങ്ങിൽ വെച്ച് മുഖ്യാതിഥിയും മറ്റ് അതിഥികളും ചേർന്ന് വാഗ്ദാന പത്രം കൈമാറുമെന്ന് മനുശ്ശേരി സ്വദേശിയും വ്യവസായിയും CMN മാനേജിംഗ് ട്രസ്റ്റിയുമായ U പമ്പവാസൻ നായർ പറഞ്ഞു. ആ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ 10 വീടുകൾ ഇപ്പം നമ്മൾ അർഹരായ വ്യക്തികളെ കണ്ടെത്തിയിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടേതായ രീതിയിൽ പോയി സംസാരിച്ച് ആപ്ലിക്കേഷൻ തന്ന ആളുകളുടെ ഡീറ്റെയിൽസ് എല്ലാം പരിശോധിച്ച് നമ്മൾ അവിടെ വിസിറ്റ് ചെയ്ത് പല രീതിയിലും അന്വേഷിച്ചൊക്കെയാണ് നമ്മൾ അർഹരായ വ്യക്തികളെ കണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾ വെച്ചു കൊടുക്കാൻ പോകുന്നത് ഒരു 500 സ്ക്വയർ ഫീറ്റിന് അടുത്ത് വരുന്ന ഒരു 6 ലക്ഷത്തിനും 7 ലക്ഷത്തിനും ഇടയിൽ ചെലവ് വരുന്ന വീടുകളാണ് നമ്മൾ വെച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ വീട് വെച്ചു കൊടുക്കുന്ന നമ്മളൊരു കമ്മിറ്റ്മെന്റ് ഇപ്പൊ ഒരാളുടെ വീട് പാലക്കാട്ടുള്ള ശിവകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട് ആൾറെഡി തറയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ തൃത്താലയുള്ള വാസുദേവന്റെ 27-ാം തീയതി മിക്കവാറും ഇപ്പൊ കുറ്റി അടിക്കാൻ പോവാണ്. തൃത്താലയുള്ള വാസുദേവന്റെ വീടിന് കുറ്റി അടിക്കാൻ പോവാണ്. ബാക്കിയുള്ള വീടുകൾക്ക് നമ്മൾ എല്ലാവരും സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അവർക്കൊരു നമ്മൾ വാഗ്ദാന പത്രം എന്ന് പറയില്ലേ, അത് ഒരു വാഗ്ദാന പത്രം വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വാഗ്ദാന പത്രം പോലെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് അവർക്ക് മുഖ്യ അതിഥിയും മറ്റ് അതിഥികളും കൈമാറുന്നതായി. 1 വർഷം കൊണ്ട് 10 വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ശ്രമം. 2023 രജിസ്റ്റർ ചെയ്ത ട്രസ്റ്റ് നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. നിർധനർക്കുള്ള വീട് നിർമ്മാണം, കുട്ടികളുടെ വിദ്യാഭ്യാസം, പ്രായമായവർക്കുള്ള പെൻഷൻ, ആശുപത്രി ചികിത്സ, വിവാഹം, തൊഴിലവസരങ്ങൾ എന്നിവയ്ക്ക് ട്രസ്റ്റ് സഹായം നൽകുന്നുണ്ട്. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ എഴുത്തുകാരനായ അഡ്വക്കേറ്റ് PT നരേന്ദ്രമേനോൻ, കലാ പമ്പാവാസൻ, ഡോക്ടർ നമൃത പമ്പാവാസൻ, വിഘ്നേഷ് പമ്പാവാസൻ നായർ, U മുരളീധരൻ തുടങ്ങിയവരും പങ്കെടുത്തു. വവ്വാലുകളുടെ ശല്യത്തിൽ പൊറുതിമുട്ടുകയാണ് പട്ടാമ്പിയിലെ ഒരു കൂട്ടം ഓട്ടോറിക്ഷ തൊഴിലാളികൾ. പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്തെ മരങ്ങളാണ് ഇവയുടെ ആവാസ കേന്ദ്രം. നിപ പോലുള്ള വൈറസുകൾക്കും ഇത് ഇടവരുത്തുമെന്ന ആശങ്കയും ഇവിടുത്തുകാർക്കുണ്ട്. പട്ടാമ്പി ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള മരങ്ങളിൽ നിന്നുമുള്ള കാഴ്ചയാണിത്. രാപ്പകൽ ഭേദമില്ലാതെ മരം നിറയെ വവ്വാൽ കൂട്ടങ്ങൾ. 1ഉം 2ഉമല്ല, എണ്ണാവുന്നതിലുമപ്പുറം. പതിറ്റാണ്ടുകളായി ഈ വവ്വാൽ കൂട്ടങ്ങൾ ഇവിടങ്ങളിലുണ്ട്. നിപ പോലുള്ള വൈറസുകൾക്ക് വവ്വാലുകൾ കാരണമാകുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ ഇവിടത്തുകാരിൽ ആശങ്കകൾ ഉയരാൻ കാരണം. വയറവക്കത്ത് ഒരുപാട് അധികമുണ്ട്. അതുകൊണ്ട് ഇവിടെ വരുന്ന ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇവരുടെ കാര്യങ്ങളൊക്കെ ഈ വവ്വാലിനെ ഒഴിവാക്കാനുള്ള നടപടി ഗവൺമെൻറ് നോക്കണം. എന്നാലേ ഇവിടെയുള്ള ആൾക്കാർക്ക് മനസ്സമ്മതമായി. ഇവിടെ ഓട്ടോറിക്ഷക്കാർ 140 വണ്ടികളുണ്ട്. അവരുടെ വരവും പോക്കും പല ആൾക്കാരും ഇവിടെ വണ്ടികൾ കൊടുത്ത് പാർക്കിംഗ് ചെയ്യുന്നവർക്കൊക്കെ ഇതൊരു ശല്യമായി കൊണ്ടിരിക്കുകയാണ്. പ്രദേശത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും മറ്റ് യാത്രക്കാർക്കുമെല്ലാം ഇതിൽ ആശങ്കയുണ്ട്. ഇവയെ നശിപ്പിക്കാനല്ല, ജനവാസ മേഖലയിൽ നിന്നും മാറ്റാനുള്ള നടപടികൾ ഉണ്ടാവണമെന്നാണ് ആവശ്യം. വൈറസൊക്കെ രൂപപ്പെട്ടെന്ന് നമ്മൾ പത്രത്തിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അത് വളരെയധികം ബാധിക്കുക നമ്മുടെ ഈ പ്രദേശത്താണ്. ഏറ്റവും കൂടുതൽ 10-30 കൊല്ലമായിട്ട് ഈ മരത്തുമ്മ വവ്വാലുകൾ തൂങ്ങിക്കിടന്ന് ആളുകൾക്ക് ശല്യം മാത്രമല്ല വലിയ വലിയ രോഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പലയിടത്തും നിപ കേസുകൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇവിടത്തുകാരിൽ ആശങ്ക കൂടുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഒരുപാട് കാലമായി അത് കൂട് കയറ്റിയിട്ട് അവിടെ
തൂങ്ങിക്കിടക്കൽ തുടങ്ങിയിട്ട്. അത് കാരണം എന്താ വെച്ചാൽ അതിൻ്റെ താഴത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ കഷ്ടട്ടിട്ടും അങ്ങനെ വൃത്തികേടാക്കുന്ന ഒരു സമീപനപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ പിന്നെ കൊമ്പുകളൊക്കെ മുറിക്കാൻ വേണ്ടി പറഞ്ഞു നോക്കുമ്പോൾ ഈ പക്ഷികളും അതുപോലെ തന്നെ പിന്നെ ഇതൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് അതിനെ ഒഴിവാക്കാൻ പറ്റില്ല എന്നാണ് ഈ പരിസ്ഥിതിവാദികളുടെ ഒരു അഭിപ്രായം. അപ്പോൾ അതിൻ്റെ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് അപ്പോൾ അവർ മുനിസിപ്പാലിറ്റി ആയാലും ശരി എന്തായാലും ശരി ഇപ്പോൾ ഈ കൊമ്പുകളും മരങ്ങളൊന്നും മുറിക്കാതെ നിൽക്കുന്ന ഒരവസ്ഥ. അങ്ങാടിപ്പുറത്ത് റെയിൽവേ അണ്ടർപാസ് നിർമ്മിക്കണമെന്ന് വെൽഫെയർ പാർട്ടി. ഈ ആവശ്യമുന്നയിച്ച് റെയിൽവേ അഡീഷണൽ ഡിവിഷണൽ മാനേജർക്ക് വെൽഫെയർ പാർട്ടി നിവേദനവും നൽകി. അങ്ങാടിപ്പുറത്ത് റെയിൽവേ അണ്ടർപാസ് നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റെയിൽവേ അധികൃതർക്ക് നിവേദനം നൽകിയത്. ജില്ലാ സെക്രട്ടറിമാരായ ആരിഫ് ചുണ്ടയിൽ, ഖാദർ അങ്ങാടിപ്പുറം, പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ എന്നിവർ ചേർന്നാണ് റെയിൽവേ അഡീഷണൽ ഡിവിഷണൽ മാനേജർക്ക് നിവേദനം സമർപ്പിച്ചത്. അങ്ങാടിപ്പുറത്ത് കാൽനട യാത്രക്കാർക്കും അതോടൊപ്പം തന്നെ 5 മീറ്റർ വീതിയിൽ അണ്ടർപാസ് നിർമ്മിച്ചു കഴിഞ്ഞാൽ, നിലവിലുള്ള ചില അണ്ടർപാസ് സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിന് പരിഹാരം കാണാൻ കഴിയും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെൽഫെയർ പാർട്ടി ഡിവിഷൻ ഓഫീസ് സന്ദർശിച്ചുകൊണ്ട് വിവിധ എഞ്ചിനീയറിംഗ് വിഭാഗം അടക്കമുള്ള ആളുകൾക്ക് നിവേദനം നൽകി അതിനൊരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാന പാതകളിൽ ഒന്നാണ് പാലക്കാട് കോഴിക്കോട് ദേശീയപാത. വീതി കുറഞ്ഞ റെയിൽവേ മേൽപ്പാലമുള്ള അങ്ങാടിപ്പുറത്ത് ദിവസവും വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. 4 വരി റോഡ് റെയിൽവേ മേൽപ്പാലത്തിൽ വീതി കുറയുന്നതിനാലാണ് അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ പാതയിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുന്നത്. ഇത് ദൈനംദിന യാത്രയ്ക്കും വാഹന ഗതാഗതത്തിനും വലിയ അസൗകര്യങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഈ പ്രശ്നം അണ്ടർപാസ് നിർമ്മിച്ചാൽ ചെറിയ തോതിലെങ്കിലും പരിഹാരമാകുമെന്ന് വെൽഫെയർ പാർട്ടി നേതാക്കൾ പറഞ്ഞു. അങ്ങാടിപ്പുറത്ത് വലിയ ഗതാഗതക്കുരുക്കാണ്. ആ ഗതാഗതക്കുരുക്കിന് പരിഹാരം എന്ന് പറയുന്നത് ഓരോടംപാലം മാനത്തുമംഗലം ബൈപ്പാസാണ്. അതോടൊപ്പം ചില ബദൽ മാർഗങ്ങൾ കൂടി നമ്മൾ തേടേണ്ടതുണ്ട്. നമുക്കറിയാം, അണ്ടർപാസുകൾ വേഗത്തിൽ നിർമ്മിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് അങ്ങാടിപ്പുറത്ത് തന്നെ ഒരു അണ്ടർപാസ് വേണമെന്ന് വെൽഫെയർ പാർട്ടി ഉന്നയിക്കുകയാണ്. അത് ജനങ്ങൾക്ക്, വാഹനങ്ങൾക്കൊക്കെ അത് ഉപകാരപ്പെടും. നമുക്കറിയാം, അങ്ങാടിപ്പുറത്ത് 4 വരി പാത വന്നിട്ട് 2 വരി പാതയിലേക്ക് ചുരുങ്ങി വലിയ ഗതാഗതക്കുരുക്കാണ് മേൽപ്പാലത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനൊരു ചെറിയ താൽക്കാലിക പരിഹാരം എന്നൊരു അണ്ടർപാസിന് സാധ്യതയുണ്ട്. അത് ചെറിയ ചെലവോടുകൂടി വേഗത്തിൽ നിർമ്മിക്കാൻ കഴിയും. അതുകൊണ്ട് ഇവിടുത്തെ ജനപ്രതിനിധികളും മറ്റുള്ളവരും ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു അണ്ടർപാസിൽ ശ്രമിക്കണമെന്നാണ് വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത്. ഈ പ്രദേശത്തുള്ള കാൽനട യാത്രക്കാർ റെയിൽവേ പാളം കടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. പുതുതായി റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നിടത്ത് അണ്ടർപാസും കൂടി നിർമ്മിക്കാൻ പദ്ധതിയിലുണ്ട്. അങ്ങാടിപ്പുറത്തും ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കണം. 5 മീറ്റർ വിസ്താരത്തിലുള്ള അണ്ടർപാസാണ് ഇവിടെ ആവശ്യം. കുറഞ്ഞ ചെലവിൽ എളുപ്പത്തിൽ ഇത്തരമൊരു അണ്ടർപാസ് നിർമ്മിച്ച് യാത്രക്കാർക്കും വാഹനഗതാഗതത്തിനും വലിയ സൗകര്യങ്ങൾ നൽകാൻ കഴിയുമെന്ന് വെൽഫെയർ പാർട്ടി നേതാക്കൾ അഭിപ്രായപ്പെട്ടു. അളനല്ലൂർ വഴങ്ങല്ലി ഭാഗത്ത് റോഡരികിലെ അപകട ഭീഷണിയായ കൊമ്പുകൾ വെട്ടിമാറ്റിയ മരങ്ങൾ ഉണങ്ങിത്തുടങ്ങി. ഏത് നിമിഷവും വെട്ടത്തൂർ അലനല്ലൂർ റോഡിലേക്ക് വിടും വിധത്തിലാണ് മരങ്ങൾ നിൽക്കുന്നത്. അപകടത്തിന് കാത്തുനിൽക്കാതെ മരം മുറിച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കാറ്റിലും മഴയിലും നിരവധി തവണ മരക്കൊമ്പുകൾ റോഡിലേക്ക് വീണിരുന്നു. നിരവധി വൈദ്യുതി കാലുകൾ തകരുകയും മണിക്കൂറുകളോളം പാതയിൽ ഗതാഗത തടസ്സവും ഉണ്ടായിരുന്നു. അപകട ഭീഷണിയായുള്ള മരങ്ങളും കൊമ്പുകളും മുറിച്ചു നീക്കണമെന്ന് അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതരെ പൊതുപ്രവർത്തകർ നിരന്തരം അറിയിച്ചതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ട്രോമ കെയർ യൂണിറ്റിനെ പ്രവൃത്തി ഏൽപ്പിച്ചു. മരക്കൊമ്പുകൾ വെട്ടിയെങ്കിലും വീണ്ടും അപകടാവസ്ഥയിലുള്ള മരം മുറിക്കാൻ വൈദ്യുതി കമ്പികൾ അഴിക്കണമായിരുന്നു. എന്നാൽ KSEB സഹകരിക്കാത്തതിനെ തുടർന്ന് മരം മുറിക്കാൻ കഴിഞ്ഞില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇത്തരത്തിലൊരു മരമാണിപ്പോൾ ഉണങ്ങി നിൽക്കുന്നത്. ബന്ധപ്പെട്ട വകുപ്പുകൾ സഹകരിച്ച് അപകടാവസ്ഥയിലുള്ള മരം മുറിക്കാനുള്ള തീരുമാനം വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വാണിയംകുളം ചോറൂട്ടൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് തിങ്കളാഴ്ച രാത്രി 12 മണിക്ക് അവതാര പൂജ നടക്കും. തന്ത്രി മുണ്ടനാട്ടുമന പ്രമോദ് തിരുമേനിയുടെ കാർമ്മികത്വത്തിലാണ് പൂജകൾ നടക്കുന്നതെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചോറൂട്ടൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് അഷ്ടമി രോഹിണി നാളിൽ രാത്രി 12 മണിക്ക് അവതാര പൂജ നടത്തുന്നത്. തന്ത്രി മുണ്ടനാട്ടുമന പ്രമോദ് തിരുമേനിയുടെ കാർമ്മികത്വത്തിലാണ് പൂജകൾ നടക്കുന്നത്. പ്രധാന വഴിപാടായി ഭക്തർക്കും അവതാര പൂജ സമർപ്പിക്കാവുന്നതാണ്. കൂടാതെ ശ്രീകൃഷ്ണ ജയന്തി ദിവസം
വിശേഷാൽ പൂജകളും സംഗീതോത്സവവും ഭഗവാന്റെ പിറന്നാൾ സദ്യയും ഉണ്ടാകും. ക്ഷേത്ര ചരിത്രത്തിൽ ആദ്യമായാണ് അവതാരപൂജ നടക്കുന്നതെന്ന് കമ്മിറ്റി പ്രസിഡന്റ് സി മനുചന്ദ്രൻ പറഞ്ഞു. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ അഷ്ടമി രോഹിണി ദിവസം തിങ്കളാഴ്ച 26-ാം തീയതി ഇതുവരെ ആ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മറ്റ് ചില ക്ഷേത്രങ്ങളിൽ മാത്രം ചെയ്തു പോകുന്ന ഒരു അവതാര പൂജ എന്ന് പറയുന്ന ഒരു ചടങ്ങ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഗുരുവന്ദനം ഭജൻസ് കോട്ടയം അവതരിപ്പിക്കുന്ന ഒരു സംഗീതോത്സവ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഭഗവാന്റെ പിറന്നാൾ സദ്യ അതും അവിടെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിൽ ഭാരവാഹികൾ. ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം, ചരിത്രത്തിൽ ആദ്യമായിട്ട് ചോറൂട്ടൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ അവതാര പൂജ എന്ന് പറയുന്ന ഒരു വഴിപാട് എന്നുള്ള രീതിയിൽ ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ട്രഷറർ കെ വി മുരളി, മെമ്പർമാരായ കെ പ്രേമ, കെ ശശികുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് കാർഷിക സേവന കേന്ദ്രം വഴി ഉൽപ്പാദിപ്പിച്ച ഓണക്കാല ജൈവ പച്ചക്കറികളുടെ വിളവെടുപ്പ് ആരംഭിച്ചു. നെല്ലിയാമ്പതി ഗവൺമെൻറ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം സൂപ്രണ്ട് പി സജിദ് അലി വിളവെടുപ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതിയുടെ ഭാഗമായി എല്ലാ വർഷവും ബാങ്ക് കൃഷി ഇറക്കാറുണ്ട്. സഹകരണ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതിയുടെ ഭാഗമായി അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഇത്തവണ 5 ഏക്കർ സ്ഥലത്താണ് കൃഷി ഇറക്കിയത്. മത്തൻ, കുമ്പളം, വെണ്ട, പയർ, മുളക് തുടങ്ങിയ വിളകളാണുള്ളത്. ബാങ്കിന്റെ കർഷക സേവന കേന്ദ്രം വഴി എല്ലാ വർഷവും ഓണക്കാലത്തേക്ക് വിളവെടുക്കാൻ പാകത്തിൽ ജൈവ പച്ചക്കറി ചെയ്യാറുണ്ട്. ഇത്തവണത്തെ വിളവെടുപ്പ് ഉദ്ഘാടനം നെല്ലിയാമ്പതി ഗവൺമെൻറ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം സൂപ്രണ്ട് പി സജിദ് അലി നിർവഹിച്ചു. ഇപ്പോൾ സഹകരണ വകുപ്പാണെങ്കിലും കൃഷി വകുപ്പാണെങ്കിലും ഈ മേഖലയിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളൊക്കെ ചെറുപ്പക്കാരെ ഫോക്കസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ സാധനങ്ങൾ പോലും അടുത്ത ഭാവിയിൽ തന്നെ നമുക്ക് അന്യം നിന്ന് പോകുന്ന സാധനങ്ങളായിട്ട് മാറും, ഒരു സംശയമില്ല. കാരണം അവർക്ക് ഏകദേശം വയ്യാതായി അല്ലെങ്കിൽ മടുത്തു തുടങ്ങി. പുതിയ തലമുറയാണെങ്കിൽ വേറൊരു ലെവലിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പറ്റുന്ന രൂപത്തിൽ ഈ കൃഷിയെ പ്ലേസ് ചെയ്യാൻ, കൃഷിയെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പൊതുവെ തോന്നുന്നത്. കേരളത്തിൽ വളരെ ചുരുക്കം ചെറുപ്പക്കാരാണ് ആ രംഗത്ത് കടന്നു വരുന്നത്. ബാങ്ക് പ്രസിഡന്റ് പി അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. സഹകരണ വകുപ്പ് മണ്ണാർക്കാട് അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ.സി. ഗീത മുഖ്യാതിഥിയായി. വൈസ് പ്രസിഡന്റ് അബ്ദുള്ള, സെക്രട്ടറി പി ശ്രീനിവാസൻ, ഗ്രാമപഞ്ചായത്ത് അംഗം പി മുസ്തഫ, ബാങ്ക് ഡയറക്ടർമാരായ സെയ്ദ്, ശ്രീധരൻ, രാജകൃഷ്ണൻ, മുൻ ഡയറക്ടർമാരായ രാമകൃഷ്ണൻ, സുരേഷ് കുമാർ, സഹകാരികളായ ടോമി തോമസ്, വിനോദ്, ബാങ്ക് ബ്രാഞ്ച് മാനേജർ രാധിക, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. ചൂരാക്കോട്ടിൽ രാധാകൃഷ്ണൻ, അരവിന്ദൻ എന്നിവരുടെ സ്ഥലത്താണ് ഇത്തവണയും കൃഷി ഇറക്കിയത്. പൂർണ്ണമായും ജൈവ രീതിയിലുള്ളതാണ് കൃഷി. ബാങ്കിന്റെ സഹകരണ മാർട്ട് വഴി ഈ പച്ചക്കറികൾ ലഭ്യമാകും. ചെറുപ്പുളശ്ശേരി ആർദ്രം പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനായി വാർഡ് തല സമിതികൾ രൂപീകരിക്കുന്നു. 15-ാം വാർഡ് സമിതി യോഗം ചെറുപ്പുളശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ച് നടന്നു. ജീവകാരുണ്യ മേഖലയിൽ തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ചെറുപ്പുളശ്ശേരി ആർദ്രം പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പാലിയേറ്റീവ് പരിചരണം ലഭിക്കാത്ത ഒരു കിടപ്പ് രോഗിയും ചെറുപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാവരുതെന്ന് ഉറപ്പുവരുത്തുന്നതിനായി നഗരസഭയിലെ എല്ലാ ഡിവിഷനുകളിലും കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വാർഡ് സമിതികൾ രൂപീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 15-ാം വാർഡിലെ പ്രവർത്തകരെ ഒരുമിച്ചുകൂട്ടി കൗൺസിലർ അബ്ദുൽ ഗഫൂറിന്റെ നേതൃത്വത്തിൽ ചെറുപ്പുളശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രത്തിൽ യോഗം ചേർന്നു. ആർദ്രം പാലിയേറ്റീവ് കെയർ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തു. ഓരോ സ്ഥലങ്ങളിലുള്ള മുഴുവൻ ആളുകളെയും കണ്ടെത്തണം. ആ ശ്രമത്തിന്റെ ആദ്യപടിയാണ് ഈ വാർഡ് കമ്മിറ്റിക്ക് രൂപം കൊടുക്കുക എന്നുള്ളത്. ഓണം അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാണാൻ വിറ്റും ഓണം ഉണ്ണണം എന്നുള്ള ചൊല്ലി കാണാൻ വിൽക്കാതെ, വിൽപ്പനയ്ക്ക് ഇടവരുത്താതെ അതിനാവശ്യമായിട്ടുള്ള ആളുകളെ കണ്ടെത്തി
ഓണം ആഘോഷിക്കാനുള്ള മുഴുവൻ വസ്തുക്കളും അവരുടെ വീട്ടിൽ അവരറിയാതെ അവരുടെ മുമ്പിൽ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. വാണിജ്യ വാർത്തകൾ. വസ്ത്ര വ്യാപാര രംഗത്ത് രാജകീയ പ്രൗഢിയുമായി ഗണപതി സിൽക്സ് ഇനി പാലക്കാടും. 75 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഗണപതി സിൽക്സിന്റെ 5ാമത്തെ ഷോറൂമാണ് പാലക്കാട് പ്രവർത്തനം ആരംഭിച്ചത്. വസ്ത്രസങ്കല്പങ്ങൾക്ക് രാജകീയ പ്രൗഢിയേകി കോയമ്പത്തൂർ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന ശ്രീ ഗണപതി സിൽക്സിന്റെ 5ാമത്തെ ഷോറൂമാണ് പാലക്കാട് പ്രവർത്തനം ആരംഭിച്ചത്. സിറ്റി യൂണിയൻ ബാങ്ക് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ എൻ കാമകോടി ഷോറൂം ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സിനിമാ താരം അഞ്ജു കുര്യൻ മുഖ്യാതിഥിയായി. മൂന്ന് നിലകളിലായി സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കുട്ടികളുടെയും വസ്ത്രങ്ങളുടെ അത്യപൂർവമായ കളക്ഷനാണ് ഗണപതി സിൽക്സിൽ ഒരുക്കിയിരിക്കുന്നത്. വിവാഹ വസ്ത്രങ്ങൾക്കും പാർട്ടി വെയറുകൾക്കുമായി പ്രത്യേകം തയ്യാറാക്കിയ സെക്ഷനും ഏറ്റവും പുതിയ മോഡലുകളിലുള്ള സാരികളുടെ അതിശയിപ്പിക്കുന്ന ശേഖരവും ശ്രീ ഗണപതി സിൽക്സിനെ വേറിട്ടതാക്കുന്നു. വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ ആരംഭിച്ച ഷോറൂമിൽ പുരുഷ വസ്ത്രങ്ങൾക്കായി പ്രത്യേക സെക്ഷനും ഒരുക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കൾ നൽകിയ അകമഴിഞ്ഞ സഹകരണമാണ് ഗണപതി സിൽക്സിനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്നും തുടർന്നും സഹകരണം പാലക്കാട്ടെ ജനങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതായും ഉടമകൾ പറഞ്ഞു. கோயம்புத்தூரில் 20 years old, நாங்கள் 75 years old பிஸ்னஸ். கேரளாவில் பாலக்காட்டில் இப்போ ஃபஸ்ட் டைம் ஓப்பன் பண்ணியிருக்கிறோம். பாலக்காட்டில் இங்கிலீஷ் சர்ச் ரோட்டில் ஃபுல்லி கம்ப்ளீட் ஃபேமிலி ஸ்டோர். ஓணமோட ஸ்பெஷலுக்கான ஸ்பெஷல் கிஃப்ட் எல்லாம் அரேஞ்ச் பண்ணியிருக்கிறோம். ஸோ கேரளா மக்களுக்கும் பாலக்காடு மக்களுக்கும் ரொம்ப நன்றி. இந்த வருஷத்துலேருந்து ஓணமோட செலிப்ரேஷன் எங்கள் கூட செலிப்ரேட் பண்ணுறதுக்கு நாங்கள் வேண்டிக்கிறோம். தேங்க்யூ ஸோ மச். ശ്രീ ഗണപതി സിൽക്സ് മാനേജിംഗ് ഡയറക്ടർ ജി ബാലസുബ്രഹ്മണ്യം, സുനിൽ സ്വാമി, ബി മുത്തുസ്വാമി, കരിമ്പുഴ രാമൻ തുടങ്ങിയവരും മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ വ്യാപാര രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പാലക്കാടിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കേരളത്തിലേക്ക് തന്നെ ഗണപതി സിൽക്സ് എത്തിയിരിക്കാം. സാധാരണ പാലക്കാട്ടുകാരും കേരളത്തിലുള്ളവരും
കോയമ്പത്തൂരിലേക്ക് പോകുന്ന ആളുകളാണ്. ഇപ്പോൾ വെഡ്ഡിങ്, വിവാഹ ആവശ്യങ്ങളാണെങ്കിലും ഓണം പോലെയുള്ള ആഘോഷങ്ങൾ വരുമ്പോഴും എല്ലാം കോയമ്പത്തൂരിലേക്കാണ്. ഇപ്പം നമ്മുടെ ഒരു വീട്ടിൽ ഒരു എന്താ പറയുക പക്കത്തിൽ വീട് വന്നിരിക്കുകയാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു വലിയ സന്തോഷം എല്ലാവർക്കും ഉണ്ട്. അതേപോലെ തന്നെ നല്ല കളക്ഷൻസ് ആണ്, നല്ല സെലക്ഷൻസ് ആണ്. അപ്പോൾ ഇനി എല്ലാ ആളുകൾക്കും എളുപ്പത്തിൽ വരാൻ സാധിക്കും. കോയമ്പത്തൂരിൽ പോകണ്ടല്ലോ, ഗണപതി സിൽക്സ് എവിടെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ അത് പാലക്കാട്ടിൽ ഇരിക്കും എന്ന് പറഞ്ഞ് എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു സ്ഥലം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ടിൻ്റെ 9ാമത്തെ ഷോറൂം മണ്ണാർക്കാട് പ്രവർത്തനം ആരംഭിച്ചു. അതിവിശാലമായ ഷോറൂമിൽ ഇൻ്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. %100 ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ, പരിശുദ്ധി ഉറപ്പാക്കാൻ കാരറ്റ് അനലൈസർ, വിവാഹ പർച്ചേസിന് പ്രത്യേക ആനുകൂല്യവും കൺസൾട്ടിംഗ് സൗകര്യവും, വിശാലമായ പാർക്കിംഗ്, പ്രാർത്ഥനാമുറി, കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ, ട്രഡീഷണൽ പ്രഷ്യസ് സ്റ്റോൺസ്, ഡയമണ്ട്, പ്ലാറ്റിനം, ലൈറ്റ് വെയ്റ്റ്, ഡെയിലി വെയർ, 18 കാരറ്റ് റോസ് ഗോൾഡ്, പാർട്ടി വെയർ, മെൻസ് കളക്ഷൻസ്, കിഡ്സ് കളക്ഷൻ എന്നിങ്ങനെ അതിവിപുലമായ സൗകര്യങ്ങളാണ് കവിത ഗോൾഡ് മണ്ണാർക്കാട് ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിനകത്തും പുറത്തും ബ്രാഞ്ചുകളുള്ള കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ നിർവഹിച്ചു. ഒരു വലിയ സന്തോഷകരമായ ഒരു വേളയിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കവിത ഗോൾഡിൻ്റെ 9ാമത്തെ ഷോറൂം മണ്ണാർക്കാടിന് സമ്മാനിച്ച ഇതിൻ്റെ മാനേജ്മെൻറ്റിനെ മുക്തകണ്ഠ അഭിനന്ദിക്കുകയാണ്. ഏറ്റവും വിശാലമായ വലിയ ഒരു ഷോറൂമാണ് മണ്ണാർക്കാട് എന്നുള്ളത് നമുക്കറിയാം. ഇത് ഒരു ജ്വല്ലറി കോർണർ ജംഗ്ഷനായി മാറിയിരിക്കുകയാണ് ഇവിടെ. കാരണം 3 ജ്വല്ലറികൾ ഒരേ സ്ഥാനത്ത്. അപ്പോൾ അതിലേറ്റവും സൗകര്യം ആളുകൾക്ക് വിശാലമായി വന്നുകൊണ്ട് അവരുടെ അഭിരുചിക്കനുസരിച്ച് കൊണ്ട് പർച്ചേസ് ചെയ്യാനുള്ള വിവിധ ഏറ്റവും നൂതനമായ ഡിസൈനുകൾ എല്ലാം ഇവിടെ അവർ നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. മണ്ണാർക്കാട്ടുകാർ വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളെ എതിരേൽക്കുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും ഞങ്ങൾക്ക് പറയാനുള്ളത് മണ്ണാർക്കാട്ടുകാർക്ക് വില കുറവിൽ, പൊന്നിന് വില കൂടി വരികയാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തരി പൊന്ന് എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. അത് ഏറ്റവും പുതിയ ഡിസൈനിൽ പണിക്കൂലിയൊക്കെ വളരെ കുറച്ചുകൊണ്ട് മണ്ണാർക്കാട്ടുകാർക്ക് കൊടുക്കണമെന്നാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും മണ്ണാർക്കാട്ടുകാർ നിങ്ങളുടെ കൂടെയുണ്ട്. എല്ലാവിധ ആശംസകളും ഭാവുകളും നേരുകയാണ്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എം പുരുഷോത്തമൻ ആദ്യ പർച്ചേസ് നടത്തി. മണ്ണാർക്കാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായൊരു ദിവസമാണ് ഇന്ന്. തീർച്ചയായിട്ടും മണ്ണാർക്കാട്ടുകാർ തങ്ങളുടെ സ്വർണ്ണാഭരണ ആവശ്യങ്ങൾക്ക് വേണ്ടി വലിയ പാലക്കാട് ഉൾപ്പെടെയുള്ള തൃശ്ശൂർ ഉൾപ്പെടെയുള്ള വലിയ നഗരങ്ങളിലേക്കാണ് പലപ്പോഴും പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. അപ്പോൾ തീർച്ചയായും ആ രൂപത്തിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വിശേഷാവസരങ്ങൾ, വിവാഹം ഉൾപ്പെടെയുള്ള എല്ലാ ആവശ്യങ്ങൾക്കും അവരുടെ ഏത് തലത്തിലാണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും എല്ലാവിധ സ്വർണ്ണാഭരണങ്ങളെയും ഒരു വിപുലമായ ശ്രേണിയോടുകൂടി കവിതയുടെ 9ാമത്തെ ഷോറൂം മണ്ണാർക്കാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വിപുലമായൊരു ഷോറൂം മണ്ണാർക്കാടിന് സമർപ്പിച്ച കവിതയുടെ മാനേജ്മെൻറ്റിനെ വളരെ സന്തോഷപൂർവ്വം ഞാനിവിടെ ഈ വേളയിൽ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ജില്ലയിൽ നിന്ന് തൊട്ടടുത്തുള്ള ഒറ്റപ്പാലത്ത് നിന്ന് വളർന്നു വന്ന ഒരു ജ്വല്ലറി ഗ്രൂപ്പ് എന്ന നിലയിൽ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് കവിത ഗ്രൂപ്പ് കാഴ്ചവെക്കുന്നത്.
സെപ്റ്റംബർ 17 വരെ 0% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ഡയമണ്ട് പ്രഷ്യസ് സ്റ്റോൺസ് ആഭരണങ്ങൾ 40% പണിക്കൂലിയിൽ ഇളവ് ലഭിക്കും. ലഘുതവണ വ്യവസ്ഥകൾ. പഴയ ആഭരണങ്ങൾ മികച്ച മൂല്യത്തിൽ പുതിയ ആഭരണമാക്കി മാറ്റാം. ആഭരണങ്ങൾക്ക് 1 വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് എന്നിങ്ങനെ നിരവധി ഓഫറുകളാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത്. ഒത്തൊരുമയും ജനങ്ങളുടെ വിശ്വാസവുമാണ് തങ്ങളെ ജ്വല്ലറി ശൃംഖലയാക്കി മാറ്റിയതെന്ന് മാനേജിംഗ് ഡയറക്ടർമാരായ പ്രസാദ്, പ്രജീഷ് എന്നിവർ പറഞ്ഞു. കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ 9th ഷോറൂമാണ് ഇനാഗുറേഷൻ കഴിഞ്ഞത്. മണ്ണാർക്കാട് ഏറ്റവും ബിഗ്ഗസ്റ്റ് ഷോറൂമാണ്. ഏറ്റവും ഹ്യൂജ് സ്റ്റോക്ക്, ഏറ്റവും വലിയ സ്റ്റോക്കാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും വലിയ ഷോറൂം ഏരിയയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും വലിയ വലിയ ഓഫേഴ്സിലൂടെയാണ് നമ്മളിവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത്രയും നല്ല സ്വീകരണം മണ്ണാർക്കാടിന് ഒരുപാട് നന്ദി. ഓണം ഒരു 1 month ഓഫർ നിൽക്കുന്നുണ്ട്. അപ് ടു നെക്സ്റ്റ് മന്ത് 17th വരെ. 1 പവൻ എടുക്കുമ്പോൾ അടുത്ത പവൻ തികച്ചും പണിക്കൂലി സൗജന്യമായിട്ടുള്ള ഓഫർ വന്നിരിക്കുന്നത്. ഒരു ജ്വല്ലറിയും കൊടുക്കാത്ത ഏറ്റവും ബിഗ്ഗസ്റ്റ് ഓഫറാണ് നമ്മുടെ മണ്ണാർക്കാടിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ ഹ്യൂജ് സെലക്ഷൻ, ഹ്യൂജ് വെറൈറ്റീസാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. മണ്ണാർക്കാട് ഒരു ടീം വർക്കാണ് എല്ലാ സക്സസിൻ്റെയും പിന്നിലുണ്ടാകുന്നത്. ഡെഡിക്കേറ്റഡ് ടീം, പിന്നെ വ്യക്തമായ പ്ലാനിങ്, പിന്നെ കസ്റ്റമർ സർവീസ്. ആ ഒരു വിശ്വാസത പിടിച്ചു പറ്റുന്നതാണ് ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത്. ആ ട്രസ്റ്റാണ് എപ്പോഴും ബിഗ്ഗസ്റ്റ് സക്സസ്. ഒറ്റപ്പാലം, പട്ടാമ്പി, ചെറുപ്പശ്ശേരി, വളാഞ്ചേരി, വടക്കാഞ്ചേരി, സുൽത്താൻ ബത്തേരി, പൊള്ളാച്ചി എന്നിവിടങ്ങളിലാണ് കവിതയുടെ മറ്റ് ബ്രാഞ്ചുകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണാർക്കാട് വാക്കടപ്പുറത്ത് ഇതര സംസ്ഥാന തൊഴിലാളി കുത്തേറ്റ് മരിച്ചു. ജാർഖണ്ഡ് സ്വദേശി അരവിന്ദ് കുമാറാണ് മരിച്ചത്. കൂടെ ജോലി ചെയ്യുന്നയാൾ കസ്റ്റഡിയിൽ. കുത്തേറ്റത് മദ്യക്കുപ്പി കൊണ്ടെന്ന് പോലീസ്. ചെറുപ്പശ്ശേരി കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ നഗരസഭ തുടർ നടപടികൾക്ക്. ഹൈക്കോടതിയിൽ ഫാക്ടറിക്കെതിരായ റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് ജില്ലാ കളക്ടർക്ക് അപേക്ഷ സമർപ്പിക്കാൻ കൗൺസിൽ തീരുമാനം. വിഷയം ചർച്ചയായത് പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന്. മണ്ണാർക്കാട് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സുകളിലെ മുറികൾ വാടകയ്ക്ക് മറിച്ചു കൊടുക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കൗൺസിൽ തീരുമാനം. ഇതിനായി സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. മണ്ണാർക്കാട്ടെ തെരുവ് നായശല്യം പരിഹരിക്കാൻ ഇവയെ പിടികൂടി നിർദ്ദിഷ്ട ജയിൽ വളപ്പിൽ അടയ്ക്കണമെന്ന് ചെയർ. പെരിന്തൽമണ്ണ താലൂക്കിലെ ഗ്രാമപ്രദേശങ്ങളിൽ പുതിയ 60 ബസ് റൂട്ടുകൾ വേണമെന്ന ആവശ്യം. മോട്ടോർ വാഹന വകുപ്പ് സംഘടിപ്പിച്ച ജനകീയ സദസ്സിലാണ് ആവശ്യമുയർന്നത്. പൊതുഗതാഗതം ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമെന്ന് നജീബ് കാന്തപുരം MLA. ഷൊർണൂർ മണ്ഡലത്തിലും പുതിയ ബസ് റൂട്ടുകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനകീയ സദസ്സ് നടന്നു. പട്ടാമ്പി മത്സ്യമാർക്കറ്റിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. പഴകിയ മത്സ്യങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. പരിശോധന തുടരുമെന്ന് അധികൃതർ. വാണിയംകുളം പനയൂരിൽ തെരുവ് നായ ആക്രമണം. 2 കുട്ടികൾ ഉൾപ്പെടെ 9 പേർക്ക് കടിയേറ്റു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.